ഓഗസ്റ്റ് 31 എൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അതിൻ്റെ തലേന്ന് ഞാനെടുത്തൊരു കുഞ്ഞു വീഡിയോ ഇത്. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇതിൽ, കാരണം വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ അനാമി, പൊന്നു എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ കസിൻസൊക്കെ മെഹന്തി ഇടുന്നുണ്ടായിരുന്നു, മറ്റൊരു സൈഡിൽ ചിന്നുവിൻ്റെ കല്യാണത്തിൻ്റെ സംഗീത് ഫംഗ്ഷന് വേണ്ടിയുള്ള ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞാനില്ല, എൻ്റെ ഫോണ് മാത്രമേ ഉള്ളൂ. ഞാൻ പുറത്ത് ഗസ്റ്റൊക്കെ വന്നിട്ട് അവരൊക്കെ ഡീൽ ചെയ്യായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ചിന്നുവും ഭവ്യയും കൂടെയായിരുന്നു കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നത്. 31 ഹൗസ് വാമിങ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സൺഡേ 7 കല്യാണം. എല്ലാം അടുപ്പിച്ചായിരുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ തിക്കും തിരക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ഒരു മാസം എത്ര പെട്ടെന്നാണ് പോയെന്നറിയോ. കല്യാണത്തിൻ്റെയും ഹൗസ് വാമിങ്ങിൻ്റെയും ഡേറ്റ് ഫിക്സായി അന്ന് മുതൽ തുടങ്ങിയ പ്ലാനിങ് ആയിരുന്നു. അത് ചെയ്യണം, ഇത് ചെയ്യണം, വീഡിയോ എടുക്കണം എന്നൊക്കെ. വെറും പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവുക. സ്വന്തം വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഒന്നിനും ടൈം കിട്ടില്ലല്ലോ. കല്യാണത്തിൻ്റെ ഒക്കെ വീഡിയോസ് എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്ന് ആരൊക്കെ ചോദിച്ചിരുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ചധികം തിരക്കായിരുന്നു. എന്തായാലും ഇനി അധികം ലേറ്റ് ആവില്ല, എല്ലാം പെട്ടെന്ന് തന്നെ വരും. പിന്നെ കാര്യമായിട്ട് വീഡിയോസൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവരിവിടെ തകൃതിയായിട്ട് ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പുറത്തത് എൻ്റെ പിള്ളേർ സെറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ അന്ന് രാത്രിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പുലർച്ചയ്ക്ക് അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗസ്റ്റൊക്കെ പോയി കുറച്ച് ലേറ്റ് ആയതിന് ശേഷം എല്ലാവരും കൂടി വീടൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പുലർച്ചെ ഗണപതി ഹോമമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.